കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ബഹുമാനായ ദൈവമൂർത്തി, അതുപോലെ കർത്താവിന്റെ മന്ദിരത്തോട് അധ്വാനിക്കുന്ന ഞാനൊക്കെ ബഹുമാനിക്കുന്ന പാസ്റ്റർ തോമസ് പാസ്റ്റർ, അമേ പ്രിൻസ്, സക്രിയ, അങ്ങനെ മാത്യു പാസ്റ്റർ, അങ്ങനെ യുവതികനായ യോർജപ്പച്ചൻ, ഈ വാത്സല്യ ഭവനത്തിലുള്ളവരെ കടന്നു നിൽക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മൾ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. നിങ്ങളുടെ ഒരു സ്തോത്രമൊക്കെ പറയുന്നത് നമ്മുടെ കർത്താവിന്റെ പ്രസാദമാണ്. ഒരു ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു. ഇത്രയും ദൈവകുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഭവനത്തിന്റെ അങ്കണത്തിൽ സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന്റെ മഹത്വം ഈ ദേശത്ത് വെളിപ്പെടുവാനിടയാകും. ചിലതിനെ ശത്രു അപകരിക്കുമെന്ന് പറഞ്ഞ് കച്ചകെട്ടുമ്പോ ഇവിടെ ഉയരുന്ന സ്തോത്രവും സ്തുതിയും അതിന്റെ ബന്ധനങ്ങളെ അറിയിച്ച് അവരെ സുവിശേഷത്തിലെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഒരാലോചന ഈ സന്ധ്യാവേളയിൽ കൈമാറുകയാണ്. വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങള് കരങ്ങൾ ചേർത്തടിച്ച് ഒരു ദൈവ പ്രവർത്തി ഈ തീരദേശത്തിന്റെ മണ്ണിൽ, ഈ താങ്ങിയുടെ മണ്ണിൽ, ഈ ഭവനത്തിലെ ചുറ്റുപാടുമുള്ള ശക്തമരുതിക്കൊള്ളിൽ സാത്താൻ ബന്ധിച്ചിരിക്കുന്ന, ബന്ധനത്തിലായിരിക്കുന്ന, രോഗമിട്ടുകൊണ്ട്, മാനസിക അസ്വസ്ഥതയിട്ടുകൊണ്ട് അവരെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ചില മുഖങ്ങൾ അഴിയുന്ന രാത്രിയായിരിക്കുമെന്ന് സുവിശേഷ യോഗമിവിടെ നടക്കുമ്പോ ഇത് മഹായോഗമാകുന്നത് ആളിന്റെ എണ്ണത്തിലല്ലെന്ന് മഹാരാജാവ് എഴുന്നള്ളി വരുന്നത് കൊണ്ടാണ് ഇത് മഹായോഗമാകുന്നത്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ വാത്സല്യമുള്ളവരെ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ സന്ധ്യാവേളയെ കർത്താവിന്റെ വചനം ഒരു പ്രാവശ്യം കേൾക്കുക ഭാഗ്യമൊരുക്കാനിടയായി. അതുകൊണ്ട് ചുറ്റുപാട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ ശബ്ദപരിധിയിലേക്ക് ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഭവനത്തിന്റെ ഉള്ളറകളിലാണെങ്കിലും ഇവിടെ മുഴങ്ങുന്ന വചനം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ രോഗബന്ധങ്ങളിൽ നിന്ന് സന്ധ്യ കഴിയുമെന്ന്, നിങ്ങളുടെ ആത്മഹത്യ ചിന്തകള് ഈ സന്ധ്യയ്ക്ക് നിങ്ങളെ വിട്ട് മാറുമെന്ന്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവായ യേശുവിൽ മറുപടിയുണ്ടെന്ന് അത് അനുഭവിക്കുന്ന ഒരു കൂട്ടം ദൈവകുഞ്ഞുങ്ങളും ദൈവദാസന്മാരുമാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ധ്യാവേളയിൽ ഞങ്ങള് കർത്താവിൽ ആഗ്രഹിച്ച് സഹോദരങ്ങൾ ദൈവദാസന്മാർ ചേർന്നൊരുക്കുന്ന 4ാമത്തെ മുറ്റത്ത് കൺവെൻഷനാണ്. കൃപയാൽ 3 യോഗത്തിന് എനിക്കാണ് സംസാരിക്കാൻ നറുക്ക് വീണിരിക്കുന്നത്. ഇത് ബഹുമാനായ സാബു പാസ്റ്റർ എന്ന ദൈവജൻ സംസാരിക്കേണ്ടിയിരുന്നത്. അത്യാവശ്യമായിട്ട് ദൈവദാസൻ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് നറുക്കതിന്റെ ക്രമീകരണമുള്ള തരുവാനിടയായത്. ഇന്നലെ രാത്രി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു അശരീരി പോലെ കേൾക്കാനിടയായി. ഇന്ന് നീയാണ് ദൈവോചനം പറയേണ്ടത്. ഞാൻ വെച്ചതിന്റെ തോന്നലായിരിക്കും. കാരണം എന്റെ 4ാമത്തെ മോന് പാസ്പോർട്ട് എടുക്കാനായിട്ട് ഞങ്ങളെല്ലാം ക്രമീകരണം ചെയ്ത് നാളെ വെളുപ്പിനെ എന്റെ വീട്ടിലോട്ട് പോകാനുള്ള ക്രമീകരണമൊക്കെ ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, കർത്താവ് ദാസനായിരിക്കും. എങ്കിലും ആ രാത്രി അല്പനേരം ദൈവവചനം ഒന്ന് നോക്കുവാനിടയായി. രാവിലെ കർത്താവദാസൻ വിളിക്കുമ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് തന്നെ ഞാൻ നറുക്കെന്ന് പറയാനിടയായി. അപ്പൊ ഞാൻ 2 യോഗത്തിൽ പ്രസംഗിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഒന്ന് കർത്താവിന്റെ ക്രൂശീകരണം, ഇല്ലേ? 5 കോടതിയിൽ മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ടും ഒരു കുറ്റവും ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തോ? ഭൂമിയുടെ മധ്യഭാഗമാകുന്ന പാലസ്തീന്റെ കുന്നിൽ കൈവിരച്ച് തൂങ്ങപ്പെട്ട് കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീരാനിടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശം കർത്താവിന്റെ 7 മൊഴികളായിരുന്നു. മറന്നു പോകരുത്. എന്നെ മറന്നുപോയാലും സന്ദേശം എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാവേളയിൽ സംസാരിക്കുന്നത് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ്. സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രാവശ്യം കർത്താവിന്റെ ഉയർപ്പ് കൊണ്ടാടുവാനുള്ള തത്രപ്പാടിൽ ഒരുക്കത്തിലുമായിരിക്കുമ്പോ അവർക്കൊരു ദുഃഖവെള്ളി കൊണ്ട് ഒരു ഉയർപ്പ് ഞായറും കൊണ്ട് അവസാനിക്കുമ്പോ നമുക്കൊരു ദുഃഖവെള്ളി കൊണ്ട് ഒരു ഉയർപ്പ് കൊണ്ട് അവസാനിക്കുന്നതല്ല. പാപത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ദൈവസ്നേഹമെന്നറിയാതെ പാപത്തിന്റെ കൊടുങ്കരിയത്തിലേക്ക് അകന്നുപോയപ്പോ സ്വർഗത്തിന് മഹത്വം വിട്ടിട്ട് ഈ താഴലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി വീണ്ടെടുത്ത ആ കർത്താവിനെ നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിച്ച നാൾ
നാൾ മുതൽ ലോകം തരാത്ത സമാധാനം നൽകി, ലോകം നൽകാത്ത സന്തോഷം നൽകി. അതുകൊണ്ടാണ് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ലേ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക നാമോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമോ. ആ നാമം പവിത്രമാണ്, ആ നാമം പാവനമാണ്. ആ നാമത്തിന് അടുക്കൽ വന്ന് നിങ്ങളുടെ ശൂന്യതകളെ മാറുവാനിടയാകോ, നിങ്ങളുടെ അസ്വസ്ഥതകൾ മാറാനിടയാകോ, ലോകം തരാത്ത സമാധാനം അവൻ നിങ്ങൾക്ക് നൽകാനിടയാകോ. അപ്പൊ ഇന്ന് എന്റെ സന്ദേശം കർത്താവിന്റെ ഉയർപ്പാണ്. കർത്താവ് തന്നെ അത് തന്റെ ഐഹിക കാലത്ത് പറയാനിടയായി. അവിടെ നമുക്ക് തുടങ്ങാം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൂരം പറയുന്നതാണ്. 16-ാം അധ്യായം 6-ാം വാക്യം. യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്ന സഹോദരിമാർ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശുവിനെ അടക്കിയ കല്ലറയിൽ ചെന്നിരിക്കുകയാ. ദൂതന്മാര് പറയുന്നു, ദൂതൻ പറയുന്നു, നിങ്ങൾ ഭ്രമിക്കണ്ട, നിങ്ങൾ അന്വേഷിക്കുന്ന നസ്രായന യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അനേകരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. അനേകരുടെ കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുമ്പോ ആമ എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. ആമ റോമൻ ഗവൺമെന്റ് ആമ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് ആ കല്ലറ മുദ്ര വെച്ചപ്പോ ആമ സ്വർഗം ആ കല്ലറ തുറന്ന് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അന്വേഷിക്കുന്ന ദൂതന്മാര്, അന്വേഷിക്കുന്ന സഹോദരിമാരോട് ദൂതൻ പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കും. നായകനായി ഞാനും എന്നേക്കും ജീവിക്കയാ. എന്റെ യേശു ജീവിക്കും, ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കണ്ണീരല്ലേ നിത്യവാസമൻ യേശു, കണ്ണിൽ മഹത്വത്തിലാ. കണ്ണീരല്ലോ നിത്യവാസമൻ യേശു, കണ്ണിൽ മഹത്വത്തിലാ. ഇനി പിന്നീടോ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ കാത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്റെ ഉയർപ്പിനെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 21 മുതലുള്ള വാക്യം വായിച്ചേ.
അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. കർത്താവേ, അത് അരുതേ. കഴിഞ്ഞ 4000 കൊല്ലമായി പിതാവ് പുത്രനെ സൂക്ഷിച്ചിട്ട് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ചാണലോകത്തിലേക്ക് അയച്ച് പുത്രൻ 3.5 കൊല്ലം ശുശ്രൂഷിക്കുമ്പോ താൻ യാഗമരണത്തിലൂടെ മാനവകുലത്തിന്റെ പാപം എന്നേക്കുമായി മോചിക്കപ്പെടുമെന്ന് ചില ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ പത്രോസ് പറയുകയാണ്, അങ്ങനെ സംഭവിക്കരുത്. സ്നേഹം കൊണ്ട് പറഞ്ഞതാണോ അതോ സാത്താൻ പത്രോസിനകത്ത് വന്നിട്ട് അങ്ങനെ പറയിച്ചാൽ അറിയത്തില്ല. എന്തായിരുന്നാലും കർത്താവ് പത്രോസിനെ ശാസിക്കുവാനിടയായി. അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനാണ് പത്രോസിന്റെ അകത്ത് വന്നിട്ട് പുത്രൻ അങ്ങനെ യാഗമായി തീരരുത്. മാനവകുലം പാപത്തിലകപ്പെട്ടു പോയി ആ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് തന്റെ യാഗമരണത്തിലൂടെയാണ് സ്വാതന്ത്ര്യമെന്ന്, പാപമില്ലാത്തവന്ന് യാഗമാകണമെന്നുള്ള പിതാവിന്റെ ലിഖിത പ്രകാരം പുത്രൻ ലോകത്തിലേക്ക് വന്ന് തന്നെ സമർപ്പിച്ച് തന്റെ യാത്രയുടെ അവസാനം എന്തായിരിക്കുമെന്ന് തന്റെ അരുമ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ പത്രോസ് പറയുകയാണ്, അതങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന്. കർത്താവ് നമ്മളെ അവന്റെ യാഗമരണത്തിലൂടെ വീണ്ടെടുക്കുവാനിടയായി. എത്ര വലിയ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാനേറെ ഇഷ്ടപ്പെടുന്നു, സന്തോഷിക്കുന്ന ഒറ്റ കാര്യത്തിലാണ്. കാരണമെന്നാണെന്ന് അറിയാവോ? പാപത്താൽ ബന്ധിക്കപ്പെട്ട് നരകത്തിന് യോഗ്യനായി പോയെന്നെ കർത്താവ് തേടി വന്ന് അവന്റെ യാഗമരണത്തിലൂടെ വിടുവിച്ചതോർക്കുമ്പോ എനിക്ക് നിശ്ചയമായിരിക്കാൻ കഴിയത്തില്ല. എന്നെ വീണ്ടെടുത്തതോർത്ത്, എന്നെ രക്ഷിച്ചതോർത്ത്, എനിക്ക് നിത്യവിടുവിക്കുന്നതോർത്ത്, ഈ ഭൂമിയിലുള്ള യാത്ര സൂക്ഷിക്കുന്നതോർത്ത് എന്റെ കർത്താവിന് എത്ര കോടി സ്തോത്രം പറഞ്ഞാലും മതി വരത്തില്ല. അതുകൊണ്ട് ആ രക്ഷയുടെ വില മനസ്സിലാക്കിയ ദൈവ കുഞ്ഞുങ്ങള് വാമൂട്ടി നിശ്ചലായിരിക്കരുത്. നിങ്ങളുടെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഒരുപക്ഷെ ഞാൻ കർത്താവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു മുഴ കയറിലോ ഒരു വിഷക്കുപ്പിയിലോ റെയിൽവേ പാളത്തിലോ ജീവിതം അവസാനിക്കേണ്ടെന്ന് ദൈവം ശ്ലോകിച്ചതോർത്ത്, ദൈവം തിരഞ്ഞെടുത്തതോർത്ത് എത്ര കണ്ട് നന്ദി പറഞ്ഞാല് മതുവഴിയില്ല. നമ്മേക്കാൾ കഴിവുള്ളവര്, നമ്മേക്കാൾ മിടുക്കുള്ളവര് ഒത്തിരി പേര് മൺമറഞ്ഞു പോയപ്പം കിഡ്നി മാറ്റിവെക്കുന്ന ഡോക്ടർ തന്റെ ജീവിതം എന്ത് ചെയ്തു? അവസാനിപ്പിക്കാനിടയായി. ഹാർട്ട് മാറ്റിവെക്കുന്ന ഡോക്ടർ ബാംഗ്ലൂർ കല്യാണത്തിന് പോയപ്പോ അവിടെ വെച്ച് അറ്റാക്കായി മരിക്കാനിടയായി. എന്റെ നിങ്ങളെ ശരീരത്തിൽ കേടും വരാതെ ഇതുവരെ നടത്തിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് വയോധികനായ ഒരു ജോർജപ്പച്ചനിരിപ്പുള്ള മെഡിക്കൽ കോളേജിൽ മരിച്ചുപോയെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ഇന്നും ആരോഗ്യത്തോടെ വിതരണം ചെയ്യുക. ആ പച്ചന് കൊടുത്ത ആരോഗ്യത്തെ ഓർത്ത്, അച്ഛന് കൊടുത്ത ആരോഗ്യത്തെ ഓർത്ത് എന്റെ കർത്താവിന് സ്തോത്രം പറയുന്നു. നമ്മുടെ ഓരോരുത്തരുടെയോ അനുഭവം എടുത്തു നോക്കിക്ക്. തളർന്നു സ്ഥാനത്ത് അവൻ നമ്മെ സ്നേഹിച്ചു നടക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ വന്നത് മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി തീർന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം എടുത്ത് 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങള് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. സ്തോത്രം. വെളിപ്പാട് 1:12. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവ് വിളക്കുകളെയും നീറോ ചക്രവർത്തി യോഹന്നാനെ തിളച്ചയിൽ എണ്ണയിൽ പൊക്കിയെടുത്തു. എന്നിട്ടും മരിക്കാത്തത് കൊണ്ട് ആയിരക്കണക്കിന് കഴുകന്മാർ തിങ്ങി പാർക്കുന്ന വിഷജന്തുക്കളുടെ കുടിയിരിപ്പുള്ള പത്മോസ് എന്ന കരയിൽ നിന്നും 22 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ കാണുന്ന
ആ ദ്വീപിലേക്ക് യോഹന്നാനെ തള്ളാനിടയായി. നീറോ പറഞ്ഞ ഇതോടെ തീർന്നു, അവന് മടങ്ങി വരത്തില്ല. ചെന്നൈക്ക് യോഹന്നാനെ കൊല്ലാൻ കഴിഞ്ഞില്ല, വാളിന് കൊല്ലാൻ കഴിഞ്ഞില്ല, കുതിരയ്ക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. എന്നാൽ പത്മോസിൽ പോയവരാരോ മടങ്ങി വന്നിട്ടില്ലെന്ന് പറഞ്ഞ് നീറോ ഇരിക്കുമ്പോ സ്വർഗദ്വീപിൽ ഇറങ്ങിയിട്ട് കഴുകനോട് പറഞ്ഞ വന്നത് എന്റെ ഭക്തനാണ്, സർപ്പത്തോട് പറഞ്ഞ് വന്നിരിക്കുന്ന എന്റെ ഭക്തനാണ്, അവരെ തൊട്ടുപോകരുത് പറഞ്ഞ് കർത്തൃപകന് ആത്മവിവശനായി സ്വർഗത്തിലേക്ക് നോക്കുമ്പോ ഇതുവരെ കാണാത്ത വെളിപ്പാട് യോഹന്നാന് കൈമാറിയ കർത്താവിന് കരങ്ങളുയർത്ത് നിങ്ങളെ നോക്കിയെത്താനും പറഞ്ഞു. ഇതോടെ തീർന്നുപോയി, അവിടെ ജോലിയില്ല, അവിടെ കുഞ്ഞുങ്ങൾക്കൊരു വഴിയില്ല, മടങ്ങി വരുമെന്നവരുടെ സ്ഥാനത്ത് ഇതുവരെ നമ്മെ നിർത്തിയത് ചെയ്യുമല്ലേ, എന്റെ രക്ഷകനല്ലേ, എന്റെ കർത്താവല്ലേ. ആലപ്പുഴ 8 കിലോമീറ്റർ തെക്ക് മാറി ആയിരക്കണക്കിന് മനുഷ്യർ വെടിയേറ്റ് വീണ വിപ്ലവ ഭൂമി ഈ പുസ്തകം എടുത്തിറങ്ങുമ്പോ എന്റെ സഹോദരങ്ങൾ പറഞ്ഞു അയാൾ പോയാൽ 6 മാസം. എന്റെ അമ്മ 7 ജ്യേഷ്ഠത്തിമാര്, എന്റെ അപ്പൻ 7 ജ്യേഷ്ഠനിയന്മാര്, ഞങ്ങൾ 7 ജ്യേഷ്ഠനിയന്മാര്, ഇതെല്ലാം കൂടെ ഒന്നടങ്കം പറഞ്ഞു അവൻ പോയാൽ 6 മാസം കൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 33 കൊല്ലമാ എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. അവനെന്നെ വീണ്ടെടുത്ത്, അവനെന്നെ നിലനിർത്തി. പ്രതിസന്ധികൾ വന്നപ്പോ ഒരു സ്നേഹിതനെ പോലെ വന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ ഉപേക്ഷിക്കത്തില്ല, ഒരു നാള് ഞാൻ തള്ളിക്കളയത്തില്ല. ആ നല്ല അപ്പന്റെ വാക്കുകളല്ലേ ഇതുവരെ നമ്മെ നിർത്തിയത്. യോഹന്നാൻ തീർന്നെന്നാണ് നീറോ പറഞ്ഞത്. പത്മോസ് തള്ളിവിട്ടു. കർത്തൃപകൽ സ്വർഗം യോഹന്നാനോട് ഇടപെട്ട് വായിച്ച കുഞ്ഞെ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾക്കാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ. യേശുക്രിസ്തുവിനെ ഒരു കലാകാരന് വലിച്ചൊപ്പിക്കാൻ കഴിയത്തില്ലെന്ന് ചില വീടുകളിൽ കിടന്നാടുന്നത് തുണിക്കട ചെല്ലുമ്പോ 500 രൂപ തുണി മേടിക്കുമ്പോ സംഭാവനയായിട്ട് അവരൊരു കലണ്ടർ വരും. അത് പാനിടുമ്പോ വീട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമോ എന്റെ രക്ഷകരെ വരച്ചൊപ്പിക്കാൻ ഒരു കലാകാരനും കഴിയത്തില്ലെന്ന് മോഹനർ അവരെ കണ്ടിട്ട് മരിച്ചവനെ പോലായെന്ന് അത്ര തേജോമനായ എന്റെ രക്ഷകരെ തലമുറയെ നമുക്ക് കണ്ടെത്താൻ ലഭിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമായി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ലഭിച്ചത്. ചിലതൊക്കെ എന്നോട് കൊണ്ട് വലിയ ഭാഗ്യമുള്ള ആളാണല്ലോ. ഞാൻ പറയാതെ എനിക്ക് 4 കുഞ്ഞുങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇതിനടുത്ത് ഞാൻ പറയാറുണ്ട്, നശിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരിന്ന് 3 രാജ്യങ്ങളിൽ അധ്വാനിക്കുകയാണ്. 4ാമത്തെ നാളെ പാസ്പോർട്ട് എടുക്കാൻ പോവുക. അവന് ഏത് രാജ്യത്താണ് പഠിപ്പിക്കാൻ വിടുന്നത് എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ദൈവം കടക്കാരനല്ലെന്ന് ഈ പുസ്തകം എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് ചിറങ്ങിയാണല്ലോ അവൻ തുറക്കുന്ന വഴികളെ ഒരു മനുഷ്യനും അറിയത്തില്ലെന്ന്. വഴികൾ അടയത്തില്ലെന്ന്. നിന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിക്കുക, നിന്റെ ജീവിതം എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചവരുടെ മുമ്പ് സ്വർഗം എന്ന് പറഞ്ഞ് അവൻ എന്റെ വാസനാണ്, എന്റെ വചനമാണ് അവന്റെ കൈ കൊടുത്തത്. അവനത് പരമ്പരം ചെയ്യുമ്പോ ഞാൻ അവന്റെ കൂടെ നിൽക്കാനിടയാകും. പത്മോസിന്റെ ഏകാന്തത ഇപ്പൊ യോഹന്നാൻ തീർന്നെന്ന് പറഞ്ഞപ്പോ സ്വർഗം പറഞ്ഞ് തീർന്നില്ല. വായിച്ചോ. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ 2 വായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു.
അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ കാൽക്കൽ വീണു. പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. തള്ളപ്പെട്ടു കിടക്കുന്ന യോഹന്നാന്റെ അടുക്കൽ വന്നിട്ട് സ്വർഗം പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. അവൻ കർത്താവ് അനേകരെ ഉയർപ്പിക്കാനിടയായി. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാനിടയായി. അവൻ ലാസറിനെ ഉയർപ്പിക്കാനിടയായി. അവൻ വിധവയുടെ മകനെ ഉയർപ്പിക്കാനിടയായി. എന്ന് അവരെല്ലാം വീണ്ടും മരിക്കാനിടയായി. എന്ന രക്ഷകൻ അവയെ ഉയർക്കാനിടയായി. യേശു പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. പാപത്തിൽ നിന്ന് അവൻ മാനവകുലത്തിന്റെ പരിഹാരത്തിനായിട്ട് അവൻ മരിക്കാനിടയായി. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തന്റെ ഐഹിക കാലത്ത് പറഞ്ഞ് ഞാൻ വന്നിരിക്കുന്നത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീരുവാൻ. പത്മോസ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേ, സ്തോത്രം. നമുക്ക് അപ്പോസ്തലന്മാരുടെ ചിന്ത നോക്കാം. പോസ്കോട്ടി 5-ാം അധ്യായത്തിന്റെ 29 മുതൽ വായിച്ചു മോനെ. 5:29. 5:29. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും അതിനുശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പോപ്പ് എന്ന് പറഞ്ഞ പത്രോസ് പറയുകയാണ്, അവരെ മനുഷ്യരെ അനുസരിക്കുന്നതിനേക്കാൾ ദൈവത്തെ അനുസരിക്കണമെന്ന് യഹൂദന്റെ കോടതിയിൽ നിന്നുകൊണ്ട് ആ സന്നിധം വിളിച്ചു പറയുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. റോമൻ കല്ലറകൾക്ക് അവനെ അടച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ഇമ്പീരിയൽ മുദ്രകളെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം അവൻ മാനസാന്തരപ്പെടോ. സഹോദര മാനസാന്തരപ്പെടണോ, സഹോദരി മാനസാന്തരപ്പെടണോ. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു യാഗമായി തീർന്നത്. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരു നിമിഷമെന്ന് അവനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഇന്ന് രക്ഷകൻ നിന്റെ ഭവനത്തിൽ അവൻ വസിക്കാനിടയാകും. ഹല്ലേലൂയ. ഞങ്ങളെ തിരുവ് പ്രസംഗിയ ഇന്നലെ ഞങ്ങൾ പ്രസംഗിച്ചു. ഇവിടുത്തെ ആമ ഇരുപുരത്തുനിന്ന് കൊല്ലം വരെ തീരദേശത്തൂടെ തന്നെ
കർത്താരദാസനൊക്കെ സെക്രട്ടറി കൂടി ഇരിപ്പുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് ഞങ്ങളുടെ അശോകസഹകരണമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. 28 കൊല്ലം ദുബായിൽ അധ്വാനിച്ച മനുഷ്യനാണ്. ജീവിതം ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ഈ രക്ഷകൻ തന്നെ തേടിച്ചത്. ഇന്നെന്ത് ആവേശത്തോടെയാണെന്ന് അറിയാവോ സാക്ഷ്യം പറയുന്നത്? ഇന്നെന്ത് ആവേശത്തോടെയാണെന്നറിയാവോ കർത്താവിനെ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും അടങ്ങിയിരിക്കരുത്. ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലോ ആമേ കർത്താവ് യേശുവിനെ കുറിച്ച്, അവന്റെ രക്ഷണീയ പദ്ധതിയെ കുറിച്ച് നാം നിശ്ചലരായി പോകരുത്. ആമേ നമ്മുടെ ആദരവ് അടങ്ങി പോകരുത്. അവസരങ്ങൾ നാം ആമേ ഉണ്ടാക്കി ആമേ കർത്താവിനെ കുറിച്ച് നാം പ്രസംഗിച്ച് അറിയാനത്തുള്ളൂ. ആ ദൗത്യ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടോ, ഒരു പെൺകുഞ്ഞിന്റെ മുൻപിൽ മുട്ടാടിപ്പോയ പത്രോസ് യഹൂദ കോടതിയാണ്. ആമേ സ്തോത്രം. പത്രോസ് നടന്നു പോകും. നീടൽ തട്ടിയാത്തിയാ നിങ്ങൾ 5-ാമത്തെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. രോഗികൾ സൗഖ്യമാകുകയാ. അങ്ങനെ യഹൂദ കോടതി അവനെ അറസ്റ്റ് ചെയ്ത് ആമെ കോടതിയിൽ കൊണ്ടുവന്ന് അവനെ വിസ്തരിക്കുമ്പോ അവരോട് പറഞ്ഞ വാക്കാണ്. വായിച്ച മണി 29 കൂട്ട് 5:29. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ ദൈവത്തെ സഹോദരങ്ങളെ, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കണം. ദൈവവചനത്തെ അനുസരിക്കണം. ആമെ മനുഷ്യരെ അനുസരിക്കണ്ട, ദൈവത്തെ അനുസരിക്കുമ്പോ ആമെ ദൈവം എന്ത് ചെയ്യോ? വാക്ക് കൂട്ടിച്ചേരേണ്ടത് ദൈവം കൂട്ടിച്ചേർക്കാനിടയാകും. കോടതി പറയുകയാണ് മനുഷ്യരെ അനുസരിക്കുന്നത് മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. പുസ്തകത്തോട് ഞാൻ ഇറങ്ങുമ്പോ എന്റെ അമ്മ മരിച്ചുപോയി. ഒരിക്കൽ വരും എന്റെ സഹോദരങ്ങൾ, ഒരിക്കൽ വരും. സ്വർഗം പറഞ്ഞു വരത്തില്ല. എന്റെ ഏരിയയിൽ ഒരാള് പോർട്ടിന്റെ ഉത്തരവാദിത്തമാണ്. അവരടിയിൽ സൗദിയുടെ കമ്പനി ദുബായ് സൗദി അറേബ്യയിലുണ്ട്, അമേരിക്കയുടെ കമ്പനി. അതിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ ഒരിക്കലും മടങ്ങി വരത്തില്ല. അപ്പൊ മരിച്ചു പോയപ്പോ വളർത്തിയതാണെന്ന് പറഞ്ഞ വരത്തില്ല. ഞാൻ ഈ കടലിന്റെ താരാട്ടുപാട്ട് കേട്ട് വളർന്നയാളാ. 13 വർഷം ഞാൻ കടലിലിറങ്ങിയതാ. 7ാം ക്ലാസ്സിൽ എന്റെ വിദ്യാഭ്യാസം തീർന്നുപോയി. സഹോദരങ്ങളെ വളർത്താൻ വേണ്ടി അപ്പന്റെ കൂടെ സഹചാരിയായിട്ട് ചേർന്ന് 5 കൊല്ലം കഴിഞ്ഞ് അപ്പൻ എന്ത് ചെയ്തു? അൾസർ എന്ന രോഗത്താൽ ഓപ്പറേഷൻ ചെയ്ത് മെഡിക്കൽ കോളേജിൽ കിടന്ന് അപ്പൻ മരിച്ചു. പിന്നെ മുഴുവൻ കുടുംബത്തിലെ ഉത്തരവാദിത്വം എന്റെ മേലാണ്. പിന്നെ മാസങ്ങളോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ 24ാമത്തെ വയസ്സിൽ ഒരു ഭക്തനായി, പള്ളിഭക്തനായി ജീവിക്കുമ്പോ കത്തോലിക്കൻ രക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു വാക്കെന്നെ പിടിച്ചു നിർത്തി. ആമെ അവിടെ പിടിച്ചു നിർത്തി. എന്തുകൊണ്ട് രക്ഷ എന്നുള്ള അന്വേഷണം ഞാൻ തുടങ്ങി. ആമെ പ്രിയപ്പെട്ടവരെ, ആമെ 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 എന്നെ രക്ഷകനെ എന്നെ കണ്ടെത്തി അതിന്റെ പുനർ തിരിച്ചു വന്നു. 24ാമത്തെ വയസ്സ് ആ രക്ഷകനെ എന്റെ ഉള്ളത്തിൽ സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഈ സത്യത്തിന് വേണ്ടിയിട്ട് ആമെ മരണം വരെ ജീവിക്കാനിടയാണ്. ഒരു സുവിശേഷകനായി ജീവിക്കാനല്ല ആഗ്രഹിച്ചത്, ദേശത്തൊരു വിശ്വാസിയായി ജീവിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവ സ്വർഗം പറഞ്ഞു. അവ പത്രോസിനെ പോലെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത് പല ദിക്കി അയച്ച് എന്റെ വചനത്തിന്റെ വിളംബരം ഞാൻ നിലൂടെ ചെയ്യുമെന്നുള്ള അവ പ്രവചനത്തിന് ആ ദൂത എന്നിലൂടെ സ്വർഗം നിറവേറ്റാനിടയായി. അതുകൊണ്ട് 6 കൊല്ലം മാത്രമേ ഒരു വിശ്വാസിയെ ഒരു ദൈവസഭയിൽ ഇരിക്കാൻ കർത്താവ് അനുവദിച്ചുള്ളൂ. 3 കൊല്ലം ദൈവവചനം പഠിക്കാൻ ചിങ്ങവനത്തുള്ള സെമിനാരിൽ പോകാനിടയായി. ആമേ 3ാം തുടങ്ങിയ ആദ്യ വർഷം തന്നെ അവരെന്നെ ഒരു പ്രദേശത്തേക്ക് സുവിശേഷ വിലക്ക് അയച്ചു. അന്ന് തുടങ്ങിയതാണ് വേല. ഇതുവരെയും ഇന്നലെയും പ്രസംഗിച്ചു. ആമേ സ്തോത്രം. മരണം വരെയും പ്രസംഗിക്കും. ആമേ ഈ രക്ഷകനെ കുറിച്ച്, ഈ വീണ്ടെടുപ്പിനെ കുറിച്ച്. ആമേ 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 അവൻ രക്ഷിച്ചതോർത്ത്, അവൻ വീണ്ടെടുത്തതോർത്ത്, അവൻ നടത്തിയ വഴികളോർത്ത് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. യഹൂദ കോടതിയിൽ നിന്നുകൊണ്ട് ആമേ പത്രോസ് പറയുകയാണ്, ആമേ ഞങ്ങൾ മനുഷ്യരെ ആമേ അനുസരിക്കണമോ അത് ദൈവത്തെ അനുസരിക്കണമോ? അവൻ ഞങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ പോവാ.
ഇസ്രായേലിന് മാനസാന്തരവും കണ്ടോ, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും, കണ്ടോ, ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർപ്പിച്ചിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങൾ കണ്ടോ, ഒന്നാമത്തെ പോപ്പെന്ന് അവകാശപ്പെടുന്ന പത്രോസിലിക പറയുന്നു, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. റോമൻ കല്ലറകൾക്ക് ഇമ്പീരിയൽ മുദ്രകൾക്ക് അടച്ചു വയ്ക്കാൻ കഴിയാതെ അവൻ ഉയർത്തെഴുന്നേൽക്കാനിടയായ എന്റെ രക്ഷകൻ ഉയർത്തതുകൊണ്ടാണ് ഇന്ന് വൈകിയ വേളയിൽ ആ ഉയർപ്പിനെ കുറിച്ച് അവൻ സംസാരിക്കാനിടയാകുന്നത്. അപ്പോ യേശു കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്നു ഉയർത്തെഴുന്നേൽക്കും. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ തള്ളപ്പെട്ടവനായി കിടക്കുമ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ വീണ്ടും ജീവിക്കുന്നു. 3 അപ്പോസ്തലന്മാര് പറയുന്നു, ആ കോടതി പറയുകയാണ്, ഞങ്ങൾ അതിന് സാക്ഷികൾ അല്ലേ, യേശുക്രിസ്തു ഉയർത്തെന്നുള്ളത് ഞങ്ങൾ സാക്ഷികൾ. ഇനി പൗലോസിന്റെ കൂടെ നോക്കാമല്ലോ. ഒന്ന് വരുന്ന ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല കുഞ്ഞേ. നാട്ടുകാരെ, ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. പാപത്തിലൂടെ അകന്നുപോയ ജാതി മത ഭേദമില്ലാതെ ഉള്ള സകല മനുഷ്യന്റെയോ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു തന്റെ മതത്തെ മാറ്റിവെച്ചിട്ട് ഈ താഴലോകത്തേക്ക് വരുവാനിടയായത്. തന്നിനായ പൗലോസ് പറയുന്നു, അവൻ പാപികൾക്ക് യേശു ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ വന്നയാളല്ല. ആദാമ്യ പാപത്തിലൂടെ അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കലെ കടിപ്പിക്കേണ്ടതിന് കഴിഞ്ഞ 4000 കൊല്ലം പിതാവ് പുത്രനെ സൂക്ഷിച്ചിട്ട് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്ന് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു കേട്ടോ, വായിച്ചു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച്, കണ്ടോ, തിരുവെഴുത്ത് പ്രകാരം മരിച്ചു. 39 പുസ്തകങ്ങൾ എഴുതി അവസാനിപ്പിച്ചു. സ്തോത്രം. 600 വർഷങ്ങൾക്ക് ദീർഘദർശി യെശയ്യാ പ്രവചിച്ചു. അവന്റെ മരണം ഇപ്രകാരമായിരിക്കും. സ്തോത്രം. ജനനം ബത്ലഹേമിലായിരിക്കും. അവൻ ജനിക്കാൻ പോകുന്നത് കന്യകയിലായിരിക്കും എന്ന് പറഞ്ഞ ഞാൻ ഉയർത്തുന്ന എന്റെ രക്ഷകനെ പോലെ ഇവിടെ ഒരു നേതാവും ജനിച്ചിട്ടില്ലെന്ന് നേതാക്കന്മാര് ജനിച്ചു കഴിഞ്ഞാണ് അവൻ നേതാവായത്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തു അവൻ നേതാവായി തന്നെയാണ് ജനിക്കാനിടയായത്. 600 കൊല്ലം മുമ്പ് പുസ്തകം എഴുതി സീല് വെച്ചു അല്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ തിരുവെഴുത്തും പ്രകാരം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം എന്റെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി അവൻ പരമയാഗമായി തീരാനിടയായി. ആദ്യത്തെ യോഗം ഞാൻ പറഞ്ഞു, 5 കോടതിയിൽ മാറി 7 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടിട്ടും യാതൊരു കുറ്റവുമില്ലെന്ന് പറഞ്ഞു. 3.5 കിലോമീറ്റർ തെരുവിലൂടെ അർത്ഥപൂർണനായി വീട് എഴുന്നേറ്റു. മലമുകളിൽ ചെന്ന് പരമയാഗമായി തീരുമ്പോ ലോകത്തോട് പറഞ്ഞ് 7 മണി 1 മണി പിതാവ് സകലവും നിവർത്തിയായിരിക്കുന്നു. മനുഷ്യകുലം കൊടുത്തു നിൽക്കേണ്ട സകല പാപത്തിന് കടഭാരങ്ങളോ കൊടുത്തു തീർത്ത് അവരെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഏത് ഭാവിക്ക് എപ്പോ വേണമല്ലോ രക്ഷകരെ സ്വീകരിക്കുക. തിരശീല അടിവരെ പിളർന്നുപോയി ഇനി അവരെ മറയില്ല. ഏത് മനുഷ്യന് യേശുവിനായൊരു ഭാവിയാണ് എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചെന്ന് പറഞ്ഞാൽ അവനെ പുത്രത്വം നൽകി ആദരിക്കുന്ന നല്ല രക്ഷകന് നമുക്ക് ലഭിച്ചതിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? 4 പിള്ളേരുള്ളതാണോ? സുന്ദരിയായ ഭാര്യത്തിൽ നിന്നാണോ? നല്ല സഭതെന്നാണോ? ഒന്നുമല്ലെന്നീ ഈ രക്ഷകനെ കിട്ടിയതാ. അതല്ല ഇവിടെ താൽക്കാലികമാണെന്ന്
അതൊക്കെ ഇവിടെ താൽക്കാലികമാണെന്ന്, അതെല്ലാം വേഗം തീരുമെന്ന്. നമ്മുടെ ആയുഷ് 4 വിരൽ നീളമെന്ന്. ബാല്യ, കൗമാരം, മദ്യം, വാർദ്ധക്യം അതിന്റെ പ്രഭാവ പ്രയാസമത്ര. അമ്മയുടെ ഉദരത്തിൽ നാം വരുമ്പോ ഒന്നും കൊണ്ടുവരുന്നില്ലെന്ന്, തിരിച്ചു കിടന്ന് മടങ്ങി പോകുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും തന്നുവിടത്തില്ലെന്ന്. ഈ കിടന്നത്തെ മേടിച്ചു തന്നാൽ അവര് കണക്ക് പറയുമെന്ന്. എങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അവരെ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, ഒരു നല്ല നാട് നമ്മൾ അല്പം ആ നാടിനെ രക്ഷപ്പെടുത്തിയാണ് നമ്മുടെ യാത്ര. ഹല്ലേലൂയ. ലോകക്കാർക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടി. അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കണ്ടക്ഷോഭം ചെയ്യുന്നത്. തെരുവിൽ നിന്നാലും വീട്ടുമുറ്റത്ത് നിന്നാലും നമ്മുടെ ആഗ്രഹത അല്ലേ, നമ്മൾ കണ്ടെത്തി പരമാർത്ഥം അവരുടെ കണ്ടെത്തണം. അത് കണ്ടെത്താതിരിക്കാൻ സാത്താൻ എന്തിയിരിക്കുന്നു? അവിടെ ഹൃദയത്തെ ആമെ കുരുടാക്കിയിരിക്കുന്നു. ഈ രക്ഷകരെ തിരിച്ചറിയാൻ കഴിയാത്തത് അല്ലേ. മനുഷ്യൻ എന്തെല്ലാം കണ്ടെത്തലും ചന്ദ്രനിൽ ഇപ്പൊ താമസിക്കാന്ന് പറഞ്ഞപ്പോ ക്രമീകരണമൊക്കെ നടക്കുക, എന്തെല്ലാം കണ്ടുപിടുത്ത മനുഷ്യൻ നടത്തുക. പക്ഷെ ഇത് മാത്രം ചെയ്യുന്നില്ല, കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ രക്ഷകനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കാരണം സാത്താൻ അവന്റെ ഹൃദയത്തെ അടച്ചിരിക്കുമ്പോ ഇതുപോലെ വീട്ടുമുറ്റത്ത് സുവിശേഷ യോഗം നടന്ന കർത്താവിന്റെ വചനം ഉയർത്തപ്പെടുമ്പോ ചിലരുടെ ഹൃദയത്തിന്റെ മൂടുപടങ്ങളെ മാറ്റി അവരെ രക്ഷകനെ സ്വീകരിച്ച നമ്മെ പോലെ സത്യത്തിൽ വാൽഭാവിൽ ആരാധിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സുദീനം ഇതിലൂടെ വരുന്നു. ദേശത്തോട് ഒരു പ്രവചന ആത്മാവ് അവൻ വിളിച്ചു പറയുകയാണ്, സഹോദരൻ ആത്മഹത്യ ചെയ്യണ്ടോ, സഹോദരൻ ആത്മഹത്യ ചെയ്യണ്ടോ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ആ രക്ഷകനെ സ്വീകരിച്ചാൽ നിന്റെ ജീവിതം ഇന്ന് വ്യത്യാസപ്പെടാൻ തുടങ്ങും. നിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങളെ അവൻ അഴിക്കാനിടയാകോ. നിന്റെ തലമുറയുടെ വഴിപിഴച്ച ജീവിതത്തെ അവൻ മാറ്റാനിടയാകോ. അവൻ നിനക്ക് പ്രയോജനമുള്ളവനോ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയാനിടയാകും. ഇന്നലെ ഞങ്ങൾ പ്രസംഗിച്ച് തീരത്തൂടെ പോകുമ്പോൾ ഒരു മാതാവും പിതാവും പ്രസംഗം കഴിഞ്ഞപ്പോൾ കയ്യാട്ടി വിളിച്ചു. ഞങ്ങൾക്ക് നേരമില്ലായിരുന്നു അവിടെ സങ്കടം കേൾക്കാൻ. അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, 2 പേര് രോഗികളാണ്, അവർ തിരിഞ്ഞുകൂടെ നോക്കുന്നില്ല എന്നുള്ള സങ്കട വാർത്ത. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ. പ്രിയപ്പെട്ടവരെ, ആയുഷ്മുള്ളവർ കൊണ്ട് ചിലവഴിച്ച് അധ്വാനിച്ച നന്മ ചിലവഴിച്ച് വാർദ്ധക്യമാകുമ്പോ അവരെ ഉപേക്ഷിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചു. വാർദ്ധക്യം നല്ലവണ്ണം കാണുമ്പോഴേ ഞാൻ നിന്നെ ചുമക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമുള്ളപ്പോ യേശുവിനെ ചങ്കോട് ചേർന്ന് അവന്റെ നാമത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ തയ്യാറായ നിനക്ക് വാർദ്ധക്യം വരുമ്പോ സങ്കടപ്പെടേണ്ടി വരണ്ട. അവന്റെ ഉള്ളത്തിൽ വിനിയോഗിച്ച് അവൻ നടത്താൻ വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവ് ഒരാളോട് കൈമാറുകയാണ്. ഹല്ലേലൂയ. സ്നേഹിക്കാൻ കൊള്ളാവുന്ന, ആരാധിക്കാൻ കൊള്ളാവുന്ന, കൂടെ നടക്കാൻ കൊള്ളാവുന്ന